കർത്താവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം കേൾക്കാനായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവിൻ്റെ മടങ്ങേറിയേറ്റു അടുത്തു എന്നുള്ള ആ സിഗ്നൽ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് ലോക സംഭവങ്ങളിൽ കൂടി. അപ്പോൾ വളരെ ഒരുങ്ങിയിരിക്കുക. പ്രത്യാശ ഇല്ലെങ്കിൽ നമ്മൾ ദുഃഖിക്കേണ്ടി വരും. പ്രത്യാശ നമ്മൾ ഇവിടുത്തുകാരല്ല, സ്വർഗീയന്മാരല്ലേ. നമ്മളെ ആ സ്വർഗത്തിലെ എല്ലാ അനുഗ്രഹങ്ങളും തന്ന് മാനിക്കുവാൻ വേണ്ടിയാണല്ലോ യേശു ഭൂമിയിലേക്ക് ഇറങ്ങുന്നതും കാൽവറി യാഗമായത്. അങ്ങനെ യേശുക്രിസ്തുവിൻ്റെ വചനം നമ്മൾ പരിശോധിച്ച് വരുമ്പോൾ കർത്താവിൻ്റെ സഭ സ്വർഗോലങ്ങളിലേക്ക് വന്നു പോയതിനു ശേഷം ഭൂമിയിൽ വരുന്ന ഒരു വലിയ ശിഷ്ടാവധിയാണ് ആൻറ്റി ക്രിസ്റ്റിൻ്റെ ഭരണകാലം. അതിന് മഹോപദ്രവകാലമെന്നും കർത്താവ് പറഞ്ഞു ഇതുവരെ ഉണ്ടായിട്ടില്ലാത്തതിന് ഉണ്ടാകാത്തതുമായ കഷ്ടമെന്നുണ്ടാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനെപ്പറ്റി ഒരു സൂചന തരുന്ന ഒരു വേദഭാഗം നിങ്ങളുടെ ഇടയിൽ ഞാൻ വായിച്ചത്. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കും കേട്ടോ. സ്തോത്രം. പുസ്തകച്ചുരുൾ ചുരുട്ടും പോലെ ആകാശം മാറിപ്പോയി. പുസ്തകച്ചുരുൾ ചുരുട്ടും പോലെ ആകാശം മാറിപ്പോയി. അതിന് ദുഃഖം വരുമ്പോ ഭൂമിയിലെ രാജാക്കന്മാരും മഹത്തുക്കളും സഹസ്രാധിപന്മാരും ധനവാന്മാരും ബലവാന്മാരും സകല ദാസന്മാരും സ്വതന്ത്രം ഗുഹകളിലും മലപ്പാറുകളിലും ഒളിച്ചുകൊണ്ട് മലകളോടും പാറകളോടും ഞങ്ങളുടെ മേൽ വീഴുവീൻ എന്ന് പറഞ്ഞ് അവർ അലറി നിലവിളിക്കും. അപ്പൊ അലറി നിലവിളിക്കുന്നവരുടെ കൂട്ടത്തില് രാജാക്കന്മാര്, മഹത്തുക്കള്, സഹസ്രാധിപന്മാര്, ധനവാന്മാര്, അങ്ങനെ തൊഴിലാളി, എല്ലാ ജനവിഭാഗങ്ങൾക്കന്ന് ഭൂമിയിൽ നിൽക്കാൻ പറ്റാത്തൊരു അന്തരീക്ഷം. അതിനാണ് പുസ്തക ചുരുട്ടും പോലെ ആകാശം മാറിപ്പോയി നമ്മൾ വായിക്കുന്നത്. ഇവിടെ സക്രിയാപുരം 12-ാം അധ്യായത്തില് ആ രോഗത്തിന്റെ വിവരം ഒന്നുകൂടി പറയുന്നുണ്ട്. സക്രിയ 14:12 ഞാൻ വായിച്ചു കേട്ടോ. യെരൂശലേമിനോട് യുദ്ധം ചെയ്യുവാൻ ഇതാ സകല ജാതികളെ യഹോവ ശിക്ഷിപ്പാനുള്ള ശിക്ഷയാവിത്. അവർ നിവർന്നു നിൽക്കുമ്പോൾ തന്നെ അവരുടെ മാംസം ചീഞ്ഞഴുകി പോകും. അവരുടെ കണ്ണ് നടത്തിൽ തന്നെ ചീഞ്ഞഴുകി പോകും. അവരുടെ നാവ് വായ തന്നെ ചീഞ്ഞഴുകി പോകും. അപ്പോ കണ്ണ്, നാക്ക്, ശരീരഭാഗങ്ങളെല്ലാം ചീഞ്ഞു പോകുന്ന ഒരവസ്ഥ. നമ്മൾ ആദ്യം വായിച്ചത് വെളിപ്പാട് 6:14 വായിച്ചത് ആ പുസ്തക ചുരുട്ട് പോലെ ആകാശം ചുരുണ്ടു പോകുമെന്നാ പറഞ്ഞിരിക്കുന്നത്. ഈ ആകാശത്തെ പറ്റി ശാസ്ത്രീയമായ പഠനങ്ങൾ നടത്തിയ അനേക പുസ്തകങ്ങളുണ്ട്. KV ജോർജ് എഴുതിയിരിക്കുന്ന പുസ്തകത്തിന്റെ ഒരു ഭാഗം ഞാനിവിടെ പറയാം. നമ്മുടെ അന്തരീക്ഷത്തിന് ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മെസോസ്ഫിയർ, തെർമോസ്ഫിയർ, പിന്നെ ആപ്പിൾട്ടോസ്ഫിയർ, വിവിധ സ്ഫിയറുകളായിട്ട് കിടക്കുന്നു എന്നാണ് പറഞ്ഞത്. കണ്ണുകൊണ്ട് കാണുവാനോ അതെ കൈകൊണ്ട് തൊടാനോ പറ്റാത്ത നിലയിൽ, എന്നാൽ അത് ഇങ്ങനെ പനമ്പ് പോലെ ഇങ്ങനെ വിരിച്ചു കിടക്കുക. അതില് ഭൂമിയിൽ നിന്ന് 15 മൈൽ മുകളിൽ 50 മൈൽ താഴെയാണ് സ്ട്രാറ്റോസ്ഫിയർ. ആ സ്ട്രാറ്റോസ്ഫിയറിന്റെ ഉള്ളിലാണ് ഓസോൺ ലെയർ, ഓസോൺ കുടായി എന്ന് പറയും. സൂര്യനിൽ നിന്ന് വരുന്ന അൾട്രാ വയലറ്റ് രശ്മികളെ തടഞ്ഞു നിർത്തി ഭൂമിയിലെ മനുഷ്യർക്കും മൃഗങ്ങൾക്കും സസ്യങ്ങൾക്കും സുഖമായി വരുവാൻ വേണ്ടി കർത്താവാൻ ദൈവം ക്രമീകരിച്ചിരിക്കുന്ന ഒരു ക്രമീകരണമാണ് സ്ട്രാറ്റോസ്ഫിയറിനകത്തുള്ള ഓസോൺ ലെയർ, ഓസോൺ കുട. എങ്കിൽ മാത്രമേ സൂര്യനിൽ നിന്ന് വരുന്ന അൾട്രാ വയലറ്റ് രശ്മികളെ തടഞ്ഞു നിർത്തിയിട്ട് നമുക്ക് ഭൂമി സുഖവാസ കേന്ദ്രമാകുകയുള്ളൂ. അതിന് ഇന്ന് വിള്ളൽ വന്നിരിക്കുകയാണ്. അതായത് നമ്മളിപ്പോൾ ഒരു ശീലക്കുട ചൂടിക്കൊണ്ട് പോകുമ്പോൾ വിരലിറങ്ങാവുന്ന ഒരു 10-20 തുള അതിലുണ്ടെങ്കിൽ ആ കുട മോളിൽ പെടുത്തിട്ട് കാര്യമില്ല, വെള്ളമെല്ലാം നമ്മളെ മുഖത്തോട്ട് വന്നുകൊണ്ടിരിക്കൂലേ. അപ്പോൾ ഒരു പൈപ്പ് ചുറ്റുമ്പോൾ ലൂസായ സ്ഥലത്ത് വെള്ളമെല്ലാം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കില്ലേ എന്ന് പറഞ്ഞതുപോലെ ആ സ്ട്രാറ്റോസ്ഫിയറിന്റെ ഉള്ളിലുള്ള ഓസോൺ ലെയർ കേട് വന്ന് വിള്ളൽ വന്ന് തുളകൾ വന്നിരിക്കുക. എങ്ങനെയാ അത് വന്നതെന്ന് ചോദിച്ചാൽ ഭൂമിയിൽ നിന്ന് പോകുന്ന ഈ കാർബൺ പുക, അതിനെ 3ആയിട്ടാണ് ശാസ്ത്രമായി തിരിച്ചത്. കാർബൺ ഡയോക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, ഫ്ലൂറോ കാർബൺ. അപ്പൊ കമ്പനിയിൽ നിന്ന് പോകുന്ന, വണ്ടിയിൽ നിന്ന് പോകുന്ന, തീ കത്തിച്ചൊക്കെ പോകുന്ന ഈ പുക ചെന്നിട്ട് നമ്മുടെ പഴയകാലത്ത് വീടിന്റെ പുകപ്പുര പോലെ, അത് പുകവാതിൽ പോലെ അതിങ്ങനെ ദ്രവിച്ച് തുളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ തന്നെയാണ് അതിന് നാശം കൊയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അത് ഏതാണ്ട് മാരകമായ നിലയിൽ കൂടി ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് മാരകമായ ക്യാൻസർ രോഗങ്ങൾ മനുഷ്യർക്ക് ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത്. ഇനി ഇപ്പൊ എത്രയോ ഉപദ്രവം വന്നല്ലോ. ഇപ്പൊ നമ്മുടെ അതിനൊരു ഉദാഹരണം പറയാം. ഇന്ന് അത് ഒരു 1000 ടൺ ആണ് കാർബൺ മേപ്പോട്ട് പോകുന്നതെങ്കിൽ അടുത്ത വർഷം വരുമ്പോൾ അത് 1500 വർദ്ധിക്കുകയല്ലാതെ അത് കുറയുന്നില്ല. വാഹനങ്ങൾ കുറയുന്നില്ല, കമ്പനികൾ കുറയുന്നില്ല, മറ്റൊരു സംവിധാനം കുറയുന്നില്ല.
അപ്പൊ അങ്ങനെ 10 വർഷത്തോടെ കഴിയുമ്പോഴത്തേക്ക് ഈ അന്തരീക്ഷത്തിലെ സ്ട്രാറ്റോസ്ഫിയറിന്റെ അവസ്ഥ എന്താകുമെന്ന് നമ്മൾ മാനുഷികമായി ചിന്തിച്ചു നോക്കിക്കേ. അപ്പൊ നമ്മൾ ചെയ്യുന്ന വ്യവസായ സംവിധാനങ്ങൾ, നമ്മുടെ പുരോഗതിക്ക് വേണ്ടി നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്ന സംവിധാനങ്ങൾ തന്നെ ദൈവം നമുക്ക് ക്രമീകരിച്ചു തന്നിരിക്കുന്ന ആ നല്ല അവസ്ഥകളെ അത് മാറ്റി കളഞ്ഞുകൊണ്ടിരിക്കുക, തകർന്നുകൊണ്ടിരിക്കുക കേട്ടോ. താവിന് സ്തോത്രം. അപ്പോ അതെല്ലാം നമ്മൾ പരിശോധിച്ച് പഠിക്കുമ്പോൾ എന്താ മനസ്സിലാകുന്നത്? ദൈവരാജ്യം വരുന്നു എന്ന് പൗലോസ് പ്രസംഗിച്ചു. അതെ, കർത്താവ് പറഞ്ഞു, യോഹന്നാൻ പറഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുകയും ഭൂമിയിലെ ജീവിതം തൽക്കാല ജീവിതമാണെന്നും നമുക്ക് സ്വന്തമായൊരു സ്ഥലമുണ്ട്, അത് സ്വർഗമാണെന്ന് മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് എഴുതി തന്നിരിക്കുന്നത്. അപ്പോൾ വെളിപ്പാട് വാചന ആകാശം, അതെ, പുസ്തകത്തിൽ ചുരുട്ട് പോലെ ആകാശം ചുരുണ്ടുപോയി. ആ സ്ട്രാറ്റോസ്ഫിയറിലെ ഓസോൺ ലെയർ, സ്ട്രാറ്റോസ്ഫിയർ അടക്കം മാറിക്കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ ആകെപ്പാടെ ഈ ഭൂമിയിലെ ധനവാന്മാരും ദരിദ്രന്മാരും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുക. കാരണം അവർക്ക് ഇരിക്കാനും പാടില്ല, നിൽക്കാനും പാടില്ലാത്തൊരു അനുഭവം ആന്റി ക്രൈസ്റ്റിന്റെ ഭരണകാലത്ത് അങ്ങനെ ഉണ്ടായതായിട്ട് അത് യോഹന്നാൻ അവിടെ പറഞ്ഞിരിക്കുന്നു. അതാണ് നമ്മളിവിടെ വായിച്ചു. കർത്താവിന് സ്തോത്രം. നമ്മളെപ്പോഴും ഓർക്കണം, ഒരു ദൈവവിശ്വാസത്തിൽ വരുമ്പോൾ നമുക്ക് ദൈവം അതിനൊരു അടയാളം തരും, ഒരു അനുഭവ അടയാളം എന്ന് പറയും. ഹഡ്സൺ ടൈലർ അമേരിക്കയിൽ നിന്ന് നേരെ ചൈനയിലേക്ക് സുവിശേഷം പരിഹരിക്കാൻ പോകുന്ന ഒരു ചരിത്രമുണ്ട്. അന്ന് പായ്ക്കപ്പലുകളിലാണ് പോയിരുന്നത്. അങ്ങനെ പായ്ക്കപ്പൽ പോകുമ്പോൾ ചൈനയോട് അടുക്കുന്നതിൻ്റെ ഏതാണ്ട് തൊട്ടകലെ ഒരു ദ്വീപുണ്ട്. ആ ദ്വീപിൽ ഈ മനുഷ്യരെ നരഭോജികളായ ആൾക്കാർ താമസിക്കുന്ന ഒരു ദ്വീപാണ്. അപ്പൊ ആ ദ്വീപിനോട് സമീപം അല്പം അകലെ വന്നപ്പോൾ കാറ്റ് നിന്നുപോയി. കാറ്റ് നിന്നുപോയി കഴിഞ്ഞപ്പോൾ കപ്പലിന്റെ പായ അഴിച്ചു മാറ്റി കപ്പിത്താൻ. ഒരു പ്രയോജനമില്ലല്ലോ. അപ്പൊ ഓളം വെട്ടി 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 പതുക്കെ ആ ജലത്തിലെ കാറ്റ് കൊണ്ട്, ഓളം കൊണ്ട് ഈ കപ്പല് നേരെ നരഭോജികളുടെ അടുത്തിലേക്ക് അടുക്കുക. അങ്ങനെ നരഭോജികളുടെ അടുത്ത് എന്നാൽ അവരെല്ലാവരും ഇവരെ പിടിച്ചു തിന്നു. അവരാണെങ്കിൽ അവിടെ വളരെ സന്തോഷത്തോടെ നല്ലൊരു ഉത്സവം ആചരിക്കുന്ന പോലെ ഒരു ആഹാരം കിട്ടിയല്ലോ എന്ന് പറഞ്ഞ് നരഭോജികളോട് നോക്കി നിൽക്കുമ്പോൾ ഈ കപ്പിത്താൻ ഹഡ്സൺ ടൈലറോട് പറഞ്ഞ മിഷണറോട്, സാറ് പ്രാർത്ഥിക്കുന്ന ആളാണല്ലോ, ഒന്ന് പ്രാർത്ഥിക്കാവോ എന്ന് ചോദിച്ചു. അപ്പോൾ ടൈലർ പറഞ്ഞു, പ്രാർത്ഥിക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷെ പായ പഴയതുപോലെ നമ്മൾ കെട്ടണം, എങ്കിലല്ലേ കാറ്റ് വന്നാൽ പ്രയോജനമുള്ളൂ. അപ്പൊ കാറ്റില്ല സമയത്ത് ഞാൻ ഇതിനെ ഈ പായ കെട്ടുന്നതെന്ന് പറഞ്ഞ കപ്പിത്താൻ അതിൽ നിസ്സഹകരണം കാണിച്ചു. അതിനൊരു മടി പറഞ്ഞപ്പോ ടൈലർ പറഞ്ഞു, പായ കെട്ടിയാ ഞാൻ പ്രാർത്ഥിക്കാം, അല്ലെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കില്ല എന്ന്. അപ്പൊ ടൈലറിന്റെ ആ കറക്റ്റായ ബുദ്ധിയുടെ ആ വാശിയുടെ മുമ്പില് കപ്പിത്താൻ കപ്പലിന്റെ പഴയതുപോലെ ഇങ്ങനെ പായ കെട്ടി. പായ കെട്ടിയപ്പോ ഹഡ്സൺ ടൈലറെ പ്രാർത്ഥനാ മുറി കയറി പ്രാർത്ഥിച്ചിരുന്നു. 15-20 മിനിറ്റ് കഴിഞ്ഞപ്പോ ഈ കപ്പിത്താനെ വാതിൽ മുട്ടി തുറന്നപ്പോ പറഞ്ഞു, നമുക്ക് ആവശ്യത്തിലേറെ കാറ്റ് കിട്ടി, നമ്മുടെ കപ്പല് എത്തേണ്ട സ്ഥലത്ത് എത്തിക്കഴിഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് സാർ ഇനി പ്രാർത്ഥിക്കണ്ട എന്ന്. അങ്ങനെ പ്രാർത്ഥന നിർത്തി അവരെ ചൈനയിൽ എത്തുവാനിടയി. അപ്പൊ ചൈനയിൽ ചെന്ന് ആ പ്രതിസന്ധികളിൽ സുവിശേഷം അറിയിക്കുമ്പോൾ തന്റെ ഹൃദയത്തിലെ വിശ്വാസമാണ് ആ കപ്പലിൽ, ആ കടലിൽ നടന്ന അത്ഭുതം. അപ്പൊ അത് തന്റെ ദൈവം, തന്റെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. ആപത്ത് സമയങ്ങൾ തന്നെ വിടുവിക്കുന്ന ദൈവമാണ്. ദൈവം മാറിയിരിക്കുന്ന ദൈവമല്ല എന്ന് അനുഭവത്തിൽ കൂടി ഹഡ്സൺ ടൈലർക്ക് മനസ്സിലായി. ഇതുപോലെ തന്നെ അവിടെ ആത്മീയ ജീവിതത്തിൽ ഒരു അറിവിൽ കൂടി യേശുവിനെ പറ്റി അറിഞ്ഞിരിക്കണം. ഒരു അനുഭവം, കർത്താവ് അവൻ അത്ഭുതങ്ങളുടെ ദൈവമല്ലേ, എങ്കിൽ മാത്രമേ നമ്മുടെ സുവിശേഷ പ്രവർത്തനത്തിനും പ്രചരണത്തിനും എല്ലാം നമുക്കൊരു ശക്തിയും ഒരു നല്ലൊരു ഉണർവും ഉന്മേഷവും ഉണ്ടാകുകയുള്ളൂ. അമേരിക്കയിലെ സയൻസ് റിസർച്ച് ബ്യൂറോയുടെ ചെയർമാനായിരുന്ന ഡോക്ടർ ഹാരി റിമ്മർ ഏതാണ്ട് 1935-40 കാലഘട്ടം ജീവിച്ചിരുന്ന അദ്ദേഹം നല്ലൊരു മിഷണറി യാത്രക്കാരനായിരുന്നു. അദ്ദേഹം അങ്ങനെ ഒരു ദിവസം ഇറാനിൽ ചെന്നപ്പോൾ അവിടുത്തെ ആ സ്റ്റേറ്റ് സെക്രട്ടറി ഒരു മുസ്ലിമായിരുന്നു. അദ്ദേഹമായിട്ട് സംസാരിച്ചപ്പോൾ ഹാരി റിമ്മർ പറഞ്ഞു, ദൈവം ഞങ്ങൾക്ക് ഒരു 3 വെളിപ്പാട് തന്നിട്ടുണ്ട് വളരെ ശക്തിയായി. 1 വചനത്തിൽ കൂടി, 2 യേശുവിന്റെ മനുഷ്യ അവതാരത്തിൽ കൂടി, 3 യേശുവിന്റെ മരണത്തിൽ കൂടി. അപ്പൊ ആ മുസ്ലിം സ്നേഹിതൻ പറഞ്ഞു, ഞങ്ങൾക്ക് അങ്ങനെ തന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ വചനത്തിൽ കൂടി ഞങ്ങൾ ഖുറാനിൽ കൂടി നല്ലൊരു അറിവ് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. രണ്ടാമത് റിമ്മർ പറഞ്ഞു, യേശുവിന്റെ ജനനത്തിൽ കൂടി നമുക്ക് നല്ലൊരു അറിവ് തന്നിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞങ്ങളുടെ നബിയുടെ ജനനത്തിൽ കൂടി ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. 3 റിമ്മർ പറഞ്ഞു, യേശുവിന്റെ മരണത്തിൽ കൂടി ഞങ്ങൾക്ക് നന്നായിട്ട് വെളിപ്പെട്ടു. അപ്പൊ ഈ
മുസ്ലിം സെക്രട്ടറി പറഞ്ഞു, ഞങ്ങള് നബിയുടെ മരണത്താൽ ഞങ്ങൾക്കത് വെളിപ്പെട്ടു എന്ന് പറഞ്ഞു. 4ാമത് കാര്യകന്മാർ പറഞ്ഞു, യേശുവിന്റെ 3-ാം നാളിലെ ഉയർപ്പോടുകൂടി എല്ലാ കാര്യങ്ങളും സത്യമാണെന്ന് ഞങ്ങൾക്ക് വിശ്വസിക്കാനിടയായി എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, മരണാനന്തരം നബിയുടെ ഒരു കാര്യങ്ങളും ഞങ്ങൾക്കറിയാൻ പാടില്ല എന്ന് പറയുവാനും അവിടെ യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിന് അതിൻ്റെതായ മാന്യതയോട് ഉയരുവാനിടയായി. ഇതാണ് ജീവിത അനുഭവങ്ങളിൽ കൂടി ലോകത്തോട് സുവിശേഷം അറിയിക്കണം. അവിടെ നുണ പറഞ്ഞിട്ടൊക്കെ ഇല്ല, ആൾക്കാരെ ഇളക്കാൻ വേണ്ടി ഇന്ന് പല നുണ പറയുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്, കള്ളം പറയുന്നത്. അങ്ങനെ പറയുന്നത് സ്വന്തം ജീവിതത്തിൽ ദാവീദ് രാജാവ് പ്രതിസന്ധികളെ തരണം ചെയ്തത് തന്റെ കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം തന്നെ വിടുവിച്ച രീതികൾ ഓർത്താം. ഗോലിയാത്തിന്റെ മുമ്പിലേക്ക് ഇസ്രായേൽ ജനം മുഴുവനും രാജാവും സൈന്യമെല്ലാം വിറച്ചു നിൽക്കുമ്പോ ഗോലിയാത്തിന്റെ മുമ്പിലേക്ക് ദാവീദ് പോയത്, ദാവീദ് ഇങ്ങനെ പറഞ്ഞു, ഞാൻ അപ്പന്റെ ആടുകളെ നോക്കിക്കൊണ്ടിരുന്നപ്പോ ഒരിക്കലൊരു സിംഹം വന്നു, ഞാൻ അവന്റെ വായിൽ നിന്ന് ആടിനെ വിടുവിച്ചു. ഒരിക്കലൊരു കരടി വന്നു, ഞാൻ ആടിനെ ആ കരടിയുടെ വായിൽ നിന്ന് വിടുവിച്ചു. കരടിയിൽ നിന്നും സിംഹത്തിൽ നിന്നും എന്നെ ആടിനെയും രക്ഷിച്ചവനായി എന്റെ ദൈവം എന്നോട് കൂടെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഗോലിയാത്തിന്റെ മുമ്പിലേക്ക് ഈ ദാവീദ് ചെല്ലുവാൻ കാരണം. ഇതുപോലെ ആത്മീയ കോടത്തിൽ ശോഭിച്ചു വരുന്ന ദൈവദാസന്മാർ സത്യസന്ധരാണെങ്കിൽ അവരെ ചില ജീവിത അനുഭവത്തിൽ കൂടി കർത്താവ് കടത്തിവിടുകയും നമ്മുടെ കഷ്ടതയും പ്രതിസന്ധികളും വരുമ്പോൾ ആ ജീവിത അനുഭവങ്ങൾ നമ്മൾ ഓർമ്മയിൽ കൊണ്ടുവന്ന് നമ്മൾ ഒന്നുകൂടി അത് ബലവാന്മാരാക്കി തീർക്കും. കേട്ടോ, കർത്താവിന് സ്തോത്രം. വളരെ ഓർക്കണം, ഈ ഭൂമിയിലെ ജീവിതം തൽക്കാലമാണ്. ഇവിടുത്തെ അനുഗ്രഹങ്ങൾ വേണ്ട എന്നല്ല, രോഗസൗഖ്യം വേണം, സാമ്പത്തിക നന്മ വേണം, മക്കളുടെ ഭാവി വേണം, നല്ല വില വേണം, സുഖജീവിതം വേണം, അതെല്ലാം വേണം. കർത്താവ് തരും. നന്മയും കരുണയും ആയുഷ്കാലം ഒക്കെ എന്നെ പിന്തുടരും. ഞാൻ യഹോവയുടെ ആരും ദീർഘകാലം വസിക്കുമെന്നാണ് ദാവീദ് പാടിയിരിക്കുന്നത്. അതെല്ലാം നമുക്ക് വേണം. അതിനാൽ അപ്പുറമായി നമുക്ക് കോടാനുകോടി വർഷം ദൈവത്തോടും കർത്താവിനോട് ഒരുമിച്ചുള്ള ആ സ്വർഗവാസ കാലം നമ്മൾ ഭാവനയിൽ ഓർക്കണം. മനോഹരമായൊരു ജീവജല നദിയുടെ തീരത്ത് ആ പുത്തനാ മെർസലേം എന്ന ആ സ്വച്ഛ സ്ഫടികമായ തങ്കം കൊണ്ട് പണിത മനോഹരമായ കെട്ടിടത്തിനുള്ളിൽ നമുക്കൊരു മുറിയുണ്ട്, ഒരു താമസസ്ഥലമുണ്ട്. അവിടെ 12 വിധ ഫലങ്ങൾ തരുന്ന ജീവവൃക്ഷമുണ്ട്. ആ ജീവവൃക്ഷത്തിൽ ഫലങ്ങളുണ്ട്. അവിടെ നമ്മൾ ചെല്ലുമ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മളെ വിട്ടുപോയ നമ്മുടെ പിതാക്കന്മാരായ വിശുദ്ധന്മാരും അപ്പോൾ തന്നെ നമ്മളും 1000 ദൂതന്മാരും അതേ കർത്താവ് ദൈവം ഒരുമിച്ചുള്ള വാസകാലങ്ങളെല്ലാം ഭാവനയിൽ കാണുമ്പോൾ ഈ ആയുസ് എന്ന് പറഞ്ഞാൽ വളരെ ചുരുങ്ങിയ കാലമല്ലേ, 25,740 ദിവസമുള്ളൂ. 70 വയസ്സ് കഴിയുമ്പോൾ അതിനെ സാരമില്ല എന്ന് എണ്ണിക്കൊണ്ട് നല്ല ധൈര്യമായി നല്ല പ്രത്യാശയുള്ളവരായി സ്വർഗരാജ്യ ചിന്ത മനസ്സിൽ കയറി വരണം. അപ്പൊ ഈ ലോകത്തിലെ കഷ്ടങ്ങളും ഭാരങ്ങളും വരുമ്പോൾ കർത്താവ് അതിന് നമ്മളെ പരിഹരിച്ച് നീതിയായ സന്തോഷമായ ഒരു അനുഭവം നമുക്ക് തരുമെന്നുള്ള വിശ്വാസത്തിൽ ഏത് പ്രതിസന്ധിയും ധൈര്യമായി മുന്നേറുവാൻ കർത്താവാൻ ദൈവം നമുക്ക് ഇടയാകട്ടെ. ഉത്തരാ ജെറുസലേമിൽ നമ്മൾ ഒരുമിച്ച് കൂടുന്ന രംഗമൊന്ന് ഭാവനയെ കാണണമേ. നമുക്ക് മുമ്പേ പഴയ വിശുദ്ധന്മാരെല്ലാം ഒരുമിച്ച് കൂടുമ്പോ ആ സ്വർഗീയമായ അനുഗ്രഹം അന്ന് എങ്ങനെയാ നമ്മുടെ ശരീരം തേജസ്സിന്റെ ശരീരം, എന്നും ഒരുപോലെ ഇരിക്കുന്ന ശരീരം, കർത്താവിനെ പോലെ അവന്റെ സ്വരൂപത്തോട് അനുരൂപരായി രൂപാന്തരപ്പെട്ട കോടാനുകോടി വിശുദ്ധന്മാരും ദൂതന്മാരും കർത്താവ് ഒരുമിച്ചുള്ള മനോഹര ദേശം നമുക്ക് തരുവാൻ വേണ്ടി കാൽവറിയിലേക്ക് യാഗമായി ക്രൂശിയോന്ന രക്തമൊഴുകിയ യേശുവിനെ ഒരിക്കലും മറന്നുപോകാതെ നല്ല പ്രത്യാശയുള്ളവരായി ഭൂമിയിൽ താൻ വേലിൽ വർദ്ധിച്ചു വരുവാനും നമ്മൾ ആവോളം സുവിശേഷത്തിന്റെ മഹത്വത്തിന് വേണ്ടി നിൽക്കുവാനും ഈ വചന കേൾവിയാൽ ദൈവം നിങ്ങൾക്ക് ഇടയാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. പ്രൈസ് ദി ലോർഡ്.